everyone, welcome back to Xylem Learning. Welcome back to our English class. So, മക്കളെ the moon എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നൊരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് എ ഡിഫറെൻറ്റ് ബിറ്റ് വൺ. നമ്മുടെ പോയം എന്താണ്, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണെന്നുള്ളത്, വളരെ സിമ്പിൾ ആക്ടിവിറ്റിയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലാവുന്നൊക്കെ സമയത്ത് നമ്മൾ പഠിക്കുന്ന കോണ്ടന്റ് തന്നെയാണ്. സി ആക്ച്വലി വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ഗിവൻ ഹിയർ? എന്താ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? Look at the words used to describe the sounds made by animals. ആനിമൽസ് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ള കാര്യമാണ് ആനിമൽസും ആൻഡ് ദിയർ സൗണ്ട്സിൽ അവരുണ്ടാക്കുന്ന ശബ്ദങ്ങളും. The chirping birds, the trumpeting elephants. There are similar words in the poem that describe the sounds made by the animals. Okay, അപ്പം ആനിമൽസ് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളൊക്കെ എന്തുണ്ട് നമ്മളെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെടുത്ത് ഇവിടെ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷികളുടെ കലപില ശബ്ദം നമ്മൾ എന്താ പറയാം? നമ്മൾ chirping of birds എന്ന് പറയും. ഇനി നമ്മൾ ആന ഇങ്ങനെ ചിഹ്നം വിളിക്കരുത്, പണ്ട് ചിഹ്നം വിളിക്കുന്നത് നമ്മൾ എന്താ പറയാ? ട്രംപറ്റ് എന്നാ പറയാ, അല്ലെ? ട്രംപറ്റ് ഓഫ് എലിഫന്റ് എന്നാണ് നമ്മൾ യൂഷ്വലി നമ്മൾ പറയാം. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ആനിമൽസിൻ്റെ സൗണ്ട് നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എന്തിനാണ് മിസ് ഇതൊക്കെ പഠിക്കുന്നത്? പരീക്ഷയ്ക്ക് ഇതൊന്നും ചോദിക്കില്ലല്ലോ. പക്ഷെ ഇത് പരീക്ഷയ്ക്കല്ല, ഇത് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ കുറേ കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുറേ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ എന്താണ് നമ്മുടെ ആദ്യത്തെ ശബ്ദം എന്നുള്ളത്. ഡോഗാണ്. ഡോഗ് നമുക്കറിയാം, ഒന്നും നോക്കണ്ട, ബാക്ക് എന്നാണ് നമ്മൾ പറയലേ. എന്താണ് പട്ടിക്കുട്ടികൾ കുരയ്ക്കുന്നത് നമ്മൾ എന്താ പറയുക? ബാക്ക് എന്നാ പറയാം. നെക്സ്റ്റ് ഇറ്റ് ഇസ് cat we all know. ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ? ഫുൾ എന്താണ്? പൂച്ചയുടെ ശബ്ദം എന്താണ്? മ്യാവ് എന്നുള്ള ശബ്ദം നമുക്കറിയാം. നെക്സ്റ്റ് ഇറ്റ് ഇസ് കൗ എന്നാണ്. മൂ എന്നാണ് എന്ത് നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയാല്ലേ. സോ കൗ ഉണ്ടാക്കുന്ന ശബ്ദമില്ല, കൗ മേക്ക് ചെയ്യുന്ന സൗണ്ട് ഏതാണ്? ഇറ്റ് ഇസ് മോ. Okay, now the next one, it is duck. Duck in the shabda endana. It is quack 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 quack. That is the sound made by a duck. Next, it is a sheep. Sheep endana ba ba. It is ba. We say ba ba. Black sheep, have you any wool? Now cherupati padichittille like that. It is ba. Now pig. It's about a pig. Pig. It's oink. That sound is made by pink. Now the next one, it is a horse. Horse എന്താ നമ്മൾ പറയാം? ഹോഴ്സ് ഉണ്ടാക്കുന്ന ശബ്ദം നമ്മൾ എന്താ പറയുക? നീ എന്നാ പറയാം. നീ എന്നാ നമ്മൾ പറയാം. നെക്സ്റ്റ് ഇറ്റ് ഇസ് എലിഫന്റ് ആണ്. എലിഫന്റ് ഇസ് ട്രംപറ്റ് അല്ലെ? എലിഫന്റിന്റെ സൗണ്ട് നമ്മൾ പറയാം ട്രംപറ്റ് എന്നാണ്. ട്രംപറ്റ്. ഓക്കെ. Now the next one, it is lion. Lion എന്താ നമ്മൾ പറയാ? നമ്മുടെ സിംഹമൊക്കെ ഇങ്ങനെ ഗർജിക്കുന്നത് നമ്മൾ എന്താ പറയാ? roar എന്നാ പറയാ. Lions are roaring. The lion roars എന്നാ നമ്മൾ പറയാം. Next it is tiger. When it comes to tiger, it is growl. അല്ലേ? എന്താണ്? കടുവ ഇതേപോലെ ഇങ്ങനെ ഗർജിക്കുന്നത് നമ്മൾ എന്താ പറയാ? growl എന്നാ പറയാം. നെക്സ്റ്റ് ഇറ്റ് ഇസ് monkey. monkey എന്താണ്? chatter or gibber അല്ലേ? നോക്കുക. നെക്സ്റ്റ് ഇറ്റ് ഇസ് frog. frog എന്താണ്? ഇറ്റ് ഇസ് rabbit. അല്ലെ? പ്രൊക്കം rabbit എന്നാ പറയാം നമ്മൾ ആ ശബ്ദത്തിന്. അപ്പൊ ഫ്രോഗ് ഉണ്ടാക്കുന്ന സൗണ്ട് നമ്മൾ എന്താ പറയാ? rabbit എന്നാ പറയാം. നെക്സ്റ്റ് വൺ എന്താണ്? the next one, it is cricket. sheep. Next it is bee. bees നമുക്കറിയാം അല്ലേ? ബസിങ് സൗണ്ട് ആണ് എന്ത്? നമ്മൾ തേനീച്ചകൾ ഉണ്ടാക്കുക. ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് എൻ ഔൾ. ഔളറ്റ് ആണ്. ഔളറ്റിന്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറയാം ഹൂട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ സൗണ്ട്സ് വിച്ച് ഇസ് മെയ്ഡ് ബൈ ആനിമൽസ് ആൻഡ് ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ആൻഡ് ഓൾസോ ഐ തിങ്ക് not thinking, I know that this is a very useful video for you guys, so learn it. Please learn all the sounds which is made by the animals. Okay, appo ee animals undakunna ee shabdangal you guys please learn. Okay, so we stop here. Thank you.